ആദ്യമേ തന്നെ പ്രധാന പോയിന്റ് ഞാൻ പറയാം, കാരണം പിന്നീട് സമയം കിട്ടില്ല. 3 മിനിറ്റേ ഉള്ളൂ. വീഡിയോ കേട്ട് ഇവിടെ ഒരാൾക്കാർക്കും കാണാൻ താല്പര്യമില്ല. എല്ലാവർക്കും ദിലീപിനെ ചന്തി വെളുത്തു, ദിലീപ് കറുത്തു, മഞ്ജു വാര്യർ പ്രസവിച്ചു, മറ്റവർ പ്രസവിച്ചു, മറിച്ചവർ പ്രസവിച്ചു, ഇതൊക്കെയാണ് അറിയാനുള്ള ആഗ്രഹം. മോഹൻലാൽ അങ്ങോട്ട് പോയാൽ മോഹൻലാൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ മമ്മൂട്ടി എവിടെ പോയി, മമ്മൂട്ടി എവിടെ പോയില്ല, ഇതൊക്കെയാണ് ആഗ്രഹം. സമൂഹത്തെക്കുറിച്ചൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല. കുറേ നടന്മാരും നടിമാരും കുറേ രാഷ്ട്രീയക്കാരും മാത്രം മതി. ഇതാണ് ലോകത്താണ് അവർ ജീവിക്കുന്നത്. കിഴങ്ങന്മാർ. കേരളം എന്ന് പറഞ്ഞാൽ 4 കോടി ജനതയുണ്ട്. 4 കോടി കണായിരിക്കും. തമിഴ്നാട്ടിൽ 6 കോടി കൂടുതലുണ്ട്. 8 കോടിയോളം വരാം, ചിലപ്പോൾ 7 കോടിയോളം വരാം. ഓൾ ഇന്ത്യ ലെവലിൽ 160 കോടി ജനതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 4 ഉണക്ക ആൾക്കാരുടെ പിന്നാലെ പട്ടികളെപ്പോലെ അറിയണമെന്നാണ്. ബാക്കിയുള്ള അറിവുകളൊക്കെ പറയുന്നതും പഠിപ്പിക്കുന്നതും നിങ്ങൾക്ക് പോയി അന്വേഷിച്ച് കണ്ടെത്തണ്ടേ. സമൂഹത്തെല്ലാം നിങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ പറയുന്നത് കേരളം ഭയങ്കര ഗോഡ് ഈസ് കൺട്രി, ഗോഡ് തന്നെ ഇല്ല, പിന്നെ ഗോഡ്സ് ഓൺ കൺട്രി എങ്ങനെയാണ് ആവുന്നത്? അങ്ങോട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾ അറിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അല്ലെങ്കിൽ കുറേ ഈശ്വരന്മാർ വരും ഭൂലോക കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ച് വെള്ള പൂശാൻ വേണ്ടിയിട്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, രാഹുൽ ഈശ്വറും ഡോക്ടർ ശ്യാംകുമാർ എന്ന് പറയുന്ന സ്വതന്ത്ര ചിന്തകരും തമ്മിൽ നടന്ന ഒരു ഡിബേറ്റിൻ്റെ ചെറിയൊരു ഭാഗമാണ്. വളരെ ചെറുത്, ഒരു നുള്ളു. അപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത് ജന്മന അല്ല ജാതി എന്ന് പറയുന്നത് കർമ്മണ എന്നാണ്. അത് ഭൂലോക ഫ്രോഡ് പ്രചരണമാണ്, തെറ്റാണ്. കാരണം വേദങ്ങളിൽ പോലും അങ്ങനെ പറയുന്നില്ല, മറ്റുള്ള ഒരു സ്ഥലങ്ങളിലും അങ്ങനെ പറയുന്നില്ല. ഇനി അതിന് വേറെ ഒരുപാട് തെളിവുകളുണ്ട്, പറയാൻ എനിക്ക് സമയം കിട്ടില്ല. മാക്സിമം കുറച്ച് കാര്യങ്ങൾ പറയാം. പ്രധാനപ്പെട്ട 2-3 കാര്യം എന്തായാലും ഇത് പറഞ്ഞിരിക്കാം. അത് കഴിഞ്ഞിട്ട് ശ്യാംകുമാർ പറയുന്നു ജന്മനയാണ് ജാതി എന്ന് പറയുന്നു. ജാതി എന്ന് പറയുന്നത് ജന്മനയാണെന്ന് പറയുന്നുവെന്നും വേദങ്ങളിലും മനുസ്മൃതി എന്ന് പറയുന്ന, ഭഗവത്ഗീത എന്ന് പറയുന്ന, രാമായണം എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും ഇത് എഴുതി പ്രചരിപ്പിച്ചിട്ടുണ്ടെന്നും ബ്രാഹ്മണൻ ജന്മന പുണ്യാളൻ എന്നാണ് പറയുന്നത്. ജനിച്ചവനങ്ങ് പുള്ളിയനായി. അവന് വന്നു ജനിച്ച് മുറപൊടിയൊന്നും തുടങ്ങിയില്ല, പക്ഷേ അതിനുമ്പോൾ അവൻ പുണ്യാളനായി. ഒരു കർമ്മവും ചെയ്തില്ല, അതിനുമ്പോൾ പുണ്യാളനായിട്ടാണ് ജനിക്കുന്നത്. ആക്കുള്ള ജനിച്ചു വീഴുന്ന മുറപൊടി തുടങ്ങുമ്പോൾ നമ്മൾ മറ്റേ കീഴാളനായി, അയത്തക്കാരനായി, മറ്റേയും മറിച്ച കോട്ടയായി. ഇങ്ങനെയാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്, വൃത്തിയായിട്ട പാർട്ടികൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആദ്യത്തെ ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജാതി എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ജാതി എന്ന് പറയുന്നത് കാസ്റ്റ് എന്ന് പറയും. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ജാതി എന്ന് പറയും. സത്യത്തിൽ കാസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് രീതിയിലും ഒരു പേരിട്ടെന്നാണ്. ജാതിയുടെ യഥാർത്ഥ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജന്മം എന്നാണ്. സംസ്കൃതത്തിൽ ജാതി എന്ന് പറഞ്ഞാൽ ജന്മം എന്നാണ്. അതിനാണ് പൊട്ടന്മാരെ ഹിന്ദുക്കൾക്ക് ജാതകം എഴുതുന്നത്. ജാതകം എന്ന് പറഞ്ഞാൽ സവർണ്ണനുണ്ടാക്കിയ ഹിന്ദു മതത്തിന് ജാതകം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നീ ജനിച്ചത് മുതൽ മരിക്കുന്നവരെ എന്തൊക്കെ സംഭവിക്കില്ല എന്നുള്ള ഒരു വിഡിത്ത കഥ എഴുതി തരും. അത് വെച്ച് നീ അങ്ങ് ജീവിക്കും. ആ മൈൻഡ് സെറ്റോട് കൂടി നീ അങ്ങ് ജീവിക്കും. നീ ആ സമയത്ത് മരിച്ചില്ലെങ്കിൽ മരിച്ചില്ല. അതുപോലെ ജാതക കഥ എന്ന് പറയുന്ന ബുദ്ധൻ്റെ കഥ